ഞാൻ ഇന്നസെൻറ്റ്. ഇവനൊരു കള്ളലക്ഷണം. ഞാൻ ഇന്നസെൻറ്റ്. അതേന്നേ, ഇന്നസെൻറ്റ്, പച്ചപ്പാവം. എൻ്റെ അമ്മ ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും കൊച്ചിനെ കൊണ്ടുവന്ന് നടയിലകത്ത് കിടത്തും. നടയിലകം എന്തുട്ടാന്നറിയോ? വീടിൻ്റെ നടുവിലുള്ളതാ ഈ നടയിലകം. അപ്പം പ്രസവമുറിയിൽ കയറുന്ന ഏർപ്പാടില്ല എന്ന് വെച്ച് അപ്പന് സ്വന്തം കിടാവിനെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? അതിനാ ഇത്. അപ്പനിങ്ങോട്ട് വരും, കുട്ടിയെ അങ്ങോട്ട് കാണും, പറ്റിയൊരു പേരങ്ങോട്ട് ഇടും. പ്രത്യേകിച്ച് പേരിൻ്റെ അർത്ഥമൊന്നും മൂപ്പര് നോക്കില്ല കേട്ടോ. അമ്മ എന്നെയും പറ്റും. പതിവിൻപടി അപ്പന് കാണാനായിട്ട് ആരോ എന്നെ നടയിലകത്ത് കൊണ്ടുപോയി കിടത്തി. അപ്പം വന്നു, ഒന്നങ്ങോട്ട് നോക്കി, അങ്ങോട്ട് ഒന്ന് ഞെട്ടിട്ടോ. ഈ ചെക്കൻ്റെ മുഖത്തിനൊരു കള്ളലക്ഷണം ഉണ്ടോ? അപ്പനൊരു സംശയം. ഒന്നുകൂടി സൂക്ഷിച്ചങ്ങോട്ട് നോക്കി, ഉറപ്പിച്ചു, ഇവനൊരു കള്ളലക്ഷണം ഉണ്ട് കേട്ടാ. ഈ കഴിവേറിയെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പറ്റിയൊരു പേരിടാം. അപ്പൻ ആലോചിച്ചു. പിന്നെ മൂപ്പരൊരു വിളിയാ, എടാ മോനെ ഇന്നസെൻറ്റേ. ഇന്നസെൻറ്റ്, നിരപരാധി, നിഷ്കളങ്കൻ, പാവത്താൻ. ഇവൻ എന്തെങ്കിലും ആരെയെങ്കിലും കൊന്നിട്ടോ എവിടെ നിന്നെന്തെങ്കിലും ആരുടെയെങ്കിലും ഖജനാവ് കുത്തിപ്പൊളിച്ചിട്ടോ പോലീസിൻ്റെ പിടിയിലാവും. അപ്പോൾ ജഡ്ജി ചോദിക്കും, ഈസ് ഹി ഇന്നസെൻറ്റ്? ഉടനെ എതിർഭാഗം വക്കീൽ പോലും പറയും, സാർ ഹീ ഈസ് ഇന്നസെൻറ്റ്. പിന്നെ അപ്പീലല്ലോ, കേസ് തള്ളിപ്പോകും. അങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അപ്പൻ ഇന്നസെൻ്റ് എന്ന് എനിക്ക് പേരിട്ടത്. ഔസേപ്പിൻ്റെയും മറിയയുടെയും പുത്രനായി ഉണ്ണീശോ ഭൂജാതനായതുപോലെ തെക്കത്തിലെ വറീദിൻ്റെയും മർഗരിത്തയുടെയും പുത്രനായി ഈ ഉള്ളവനും ജനിച്ചു. ഞാനും ഈശോയുമായിട്ട് ചില അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഒന്ന്, അദ്ദേഹത്തെ ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ് പറ്റത്. ഞാനോ ഇരിങ്ങാലക്കുട മങ്ങാടിക്കുന്നിലുള്ള വീട്ടിൽ ഭൂജാതനായി. കൂട്ടത്തിൽ പറയാലോ, ഞങ്ങൾക്കന്ന് തൊഴുത്തില്ല. ഈ മങ്ങാടിക്കുന്നിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കുത്തുപറമ്പ്. ആ കൂത്തൊക്കെ പിന്നെ പറയാം. പിന്നെ യേശുവിൻ്റെ അപ്പൻ ആശാരിയായിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ പലചരക്കുകൾക്കാരനായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള സാമ്യം പറഞ്ഞാൽ മൂപ്പർക്കുണ്ടായിരുന്ന എല്ലാ സൽഗുണങ്ങളും എനിക്കുമുണ്ട്. കുര്യാക്കോസ്, സെലീന, പൗളി, സ്റ്റാൻസിലാവോസ്, വെൽസ്, ലിൻഡ, ലീന. സർക്കാരിൻ്റെ വകയായി ഉണ്ടാക്കിവിടുന്ന അയ്യാറെട്ട്, ത്രിവേണി, ജയ, അന്നപൂർണ തുടങ്ങിയുള്ള നെൽവിത്തുകളുടെ പേര് ഓർമ്മ വന്ന് കാണുമല്ലേ? അല്ലാട്ടോ, ഇവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്. എനിക്ക് തോന്നുന്നത് സർക്കാർ ഈ കുടുംബാസൂത്രണ പദ്ധതിയൊക്കെ സംഘടിപ്പിക്കാൻ മാതൃക പുരുഷനായി കണ്ടത് എൻ്റെ അപ്പനെ ആവുന്ന. 8 മക്കളിൽ 4 പെണ്ണ്, 4 ആണ്. ഇതിൽ 5-മനാ ഞാൻ. ഇങ്ങനെ 50-50 ആക്കിയെടുത്ത വിദ്യ എന്നോട് ചോദിക്കേണ്ട, എനിക്കറിയില്ല. അത് അപ്പനോട് ചോദിക്കണം. കുറേ പ്രായമായപ്പോൾ ഞാൻ അമ്മയോട് സ്വകാര്യമായിട്ട് ചോദിച്ചു, അല്ല അമ്മേ, എൻ്റെ ജനനസമയത്ത് വല്ല പ്രത്യേകതയുണ്ടായിരുന്നോ? അമ്മ വളരെ കൂളായി പറഞ്ഞു, ഹേയ്, അങ്ങനെയൊന്നുമില്ല. വല്ല മഹാനോ ദിവ്യാത്മാവോ ആകാനുള്ള എന്തെങ്കിലും പഴുതുണ്ടോ എന്നറിയാനാ ചോദിച്ചതെന്ന് പിടികിട്ടിയല്ലോ. മറുപടി കേട്ടപ്പോൾ ക്ലിയറായി, ആ പൂതി നടപ്പില്ലെന്ന്. ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള പൊടിക്കൈപ്പയറ്റാനായി പിന്നെ എൻ്റെ നോട്ടം. എങ്ങനെയെങ്കിലും എനിക്കും ഒരാളാവണം. ഈ തോന്നൽ എന്നിൽ വേരുറക്കാൻ മറ്റു ചില കാരണങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ. എൻ്റെ അമ്മയെപ്പറ്റി അപ്പം പറയും, അതിങ്ങനെ ഭൂമിയിലൊരു ജീവി, ഒരു ശല്യവും ഇല്ല, നന്നായി കൂട്ടാൻ വയ്ക്കും, ഊണൊക്കെ ഉണ്ടാക്കും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മോഹമൊന്നുമില്ല. പിന്നെ സുഖപ്രസവം നടത്തുന്ന ഏക പെമ്പറന്നോത്തി അമ്മ ആണെന്ന അപ്പൻ്റെ സ്ഥായിയായ ഒരു ഉറപ്പ്. നിത്യ തൊഴിലഭ്യാസം എന്ന ലാഘവത്തോടെ അമ്മ അത് നിർവഹിച്ചു പോന്നു. ഒരു ഡോക്ടറുടെ അടുത്തേക്കും പോകണ്ട, ഒരു ആശുപത്രിയിലേക്കും പോകണ്ട, അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല. ഒരു ദിവസം പള്ളിയിൽ പോയി വന്നു കാപ്പി കുടിച്ചപ്പോൾ സ്റ്റാൻസിലാവോസിനെ പ്രസവിച്ചു. മറ്റൊരു ദിവസം മഠത്തിലെ കന്യാസ്ത്രീ അമ്മായിയെ കാണാൻ പോയി വന്നപ്പോൾ അമ്മയ്ക്ക് ഒന്ന് പ്രസവിക്കണമെന്ന് തോന്നി. എന്നെ അങ്ങോട്ട് പറ്റു. പ്രസവിച്ച അധിക ദിവസമൊന്നും അമ്മ കിടക്കില്ല. ഈ താറാവും കോഴിയുമൊക്കെ മുട്ടയിട്ട് പോണ പോലെ അമ്മ എണീറ്റ് അങ്ങോട്ട് പോകും. ഇക്കാര്യത്തിൽ അപ്പന് അമ്മയോടുള്ള ബഹുമാനം ഇത്തിരി മുമ്പ് പറഞ്ഞ ആ വർത്തമാനത്തിലറിയാം അല്ലേ? മനോഹരമായൊരു കുന്നിൻപുറത്ത് മനോഹരമായൊരു വീട്. അങ്ങനെ സങ്കല്പത്തിലെ വീടൊന്നുമായിരുന്നില്ല ഞങ്ങളുടേത്. ശരിക്കും ഒരു തല്ലിപ്പൊളി ഭവനം. പിന്നെ അന്നത്തെ നിവൃത്തികോട് കൊണ്ട് ഞാനതിൽ താമസിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഞാനന്ന് ചെറുതല്ലേ. കുടുംബത്തിനുള്ള ഭാഗം പിരിയലും മറിയലും തിരിയലും കഴിഞ്ഞപ്പോൾ അപ്പൻ ആകെ പൊളിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ എണ്ണത്തിന് തീറ്റി പോറ്റുകയും വേണ്ടേ. മങ്ങാടിക്കുന്നിൻ്റെ നെറുകയിൽ പണ്ടൊരു വസൂരിപ്പുരം ഉണ്ടായിരുന്നു. വസൂരി വന്നു മരിക്കാറായവരെ ഇവിടെയേ കൊണ്ടുവരിക. ഇങ്ങനെ എത്തുന്നവരുടെ സംരക്ഷണത്തിനായി കുറേ ആളുകളുണ്ടാവും. അവരെ എപ്പോഴും പൂസ. വസൂരി പിടിപെട്ട് ഇവിടെ ആരെ എത്തിച്ചാലും അവർ മരിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ കൊണ്ടുപോയി കുഴിച്ചിടും. ജീവനുണ്ടായാലും ഇല്ലെങ്കിലും ക്ലോസ്.
ഇന്ന് ആ മങ്ങാടിക്കുന്ന് ആകെ അങ്ങോട്ട് മാറി. കുന്നിൻ നെറുകയിൽ ക്രൈസ്റ്റ് കോളേജ്, അവിടമാകെ ഒരു പട്ടണത്തിൻ്റെ പരിവേഷം. പഴയ വസൂരിപ്പുരയുടെ ഓർമ്മയുള്ള മങ്ങാടിക്കുന്നിനെയും കൂത്തുപറമ്പിനെയും ഒക്കെ ഓർത്ത് നാട്ടുകാർ വെറുതെ നാണിക്കണോ? ഞങ്ങൾ ഞങ്ങളുടെ നാടിൻ്റെ പേരങ്ങോട്ട് പരിഷ്കരിച്ചു. ക്രൈസ്റ്റ് കോളേജ് റോഡ്. നല്ല സ്റ്റൈലൻ പേര് അല്ലേ? എൻ്റെ ഇപ്പോഴത്തെ വീട് പഴയ വീടിനടുത്ത് നിന്ന് ഏതാണ്ട് 50 വാര അകലത്തിലാണ്. വീടിന് ഏതാണ്ട് ഒരു കപ്പലയുടെ രൂപ. അമ്പലത്തിൻ്റെയും ചെറിയ പള്ളിയുടെയും ഒക്കെ ഒരു സാദൃശ്യം. ഈ വീടിൻ്റെ മട്ടും മാതിരിയും കണ്ടിട്ട് ചിലരെന്നോട് ചോദിക്കും, എന്തിനാ നീ ഇങ്ങനെ ഒരു വീട് വെച്ചതെന്ന്. ഇത് കേട്ടാൽ എനിക്ക് സത്യത്തിൽ ദേഷ്യവും. ഇങ്ങനെ ചോദിക്കാൻ ഇപ്പം ഇവർക്കെന്താ ഒരു കാര്യം? എങ്ങനെ വീട് വയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് വയ്പ്പിക്കുന്ന ആളല്ലേ. വീട് മറിച്ചു വച്ചെന്നിരിക്കും, തിരിച്ചു വച്ചെന്നിരിക്കും. ഇതൊന്നും അന്വേഷിക്കേണ്ട ബാധ്യത കാഴ്ചക്കാർക്കുള്ളതല്ല. ഇവർക്കാർക്കും ഒരു നഷ്ടവുമില്ലല്ലോ. പണം മുടക്കിയത് ഞാനല്ലേ. എന്നാലും ഇങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയും, അതിപ്പോൾ ഒരു കപ്പലുടെയോ അമ്പലത്തിൻ്റെയോ മാതിരി തോന്നിയിട്ട് ആർക്കെങ്കിലും 10 പൈസ ഇടാൻ തോന്നിയാലേ കാശില്ലാത്ത കാലത്ത് അതുകൊണ്ട് ജീവിക്കാമല്ലോ. ഈ സങ്കടം ഒരിക്കൽ ഞാൻ നെടുമുടി വേണുവുമായി പങ്കുവച്ചു. ഇതിപ്പം വലിയ ശല്യമായല്ലോ വേണു, എന്താ ഇതിനിപ്പോൾ ഒരു പേരിടുക? വേണു പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, പാർപ്പിട എന്നിട്. അതായത് താമസിക്കുന്ന സ്ഥലം. അപ്പോൾ പിന്നെ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാ വീടിൻ്റെ പേര് പാർപ്പിടം എന്നായത്. അന്ന് ഞങ്ങളുടെ തെക്കേത്തല വീട്ടിൽ ഒരു ബെഞ്ചുണ്ടായിരുന്നു. നല്ല നീള പലകയ്ക്ക് 4-5 ഇഞ്ച് കനം. ഈ ബെഞ്ച് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കഥാപാത്രമാണ്. തുടരും കേട്ടോ.